ശ്രീകൃഷ്ണ ശരണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് വധിക്കപ്പെട്ടത് എന്നു കേൾക്കാം. ലോകത്തെ നയിച്ച ദൈവം, മഹാഭാരതം തീർത്ത ശ്രീകൃഷ്ണൻ, അവൻ്റെ ജീവിതാവസാനം എങ്ങനെയായിരുന്നു? ശ്രീകൃഷ്ണനെ ആരാണ് കൊന്നത്? ഈ ചോദ്യം നൂറ്റാണ്ടുകളായി മനുഷ്യരെ ചിന്തിപ്പിക്കുന്നു. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. കൗരവരും പാണ്ഡവരും ചരിത്രമായി മാറി. പക്ഷേ യുദ്ധത്തിൻ്റെ ശാപം അവശേഷിച്ചു. ഗാന്ധാരി, തൻ്റെ മക്കളുടെ മരണത്തിൽ ഹൃദയം തകർന്ന അമ്മ, അവൾ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, നിന്റെ ബുദ്ധിയാൽ ഈ യുദ്ധം തടയാമായിരുന്നു. എന്നിട്ടും നീ അനുവദിച്ചു. അതിൻ്റെ ഫലമായി നിന്റെ വംശവും നശിക്കും. അതായിരുന്നു ഗാന്ധാരിയുടെ ശാപം. കാലം കടന്നു. ദ്വാരക, ശ്രീകൃഷ്ണൻ്റെ സ്വപ്ന നഗരം, അത് കടലിൽ ലയിച്ചു. യാദവ വംശം സ്വയം നശിച്ചു. അവസാനം ശ്രീകൃഷ്ണൻ മാത്രം. ഒരു ദിവസം കാടിൻ്റെ നിശബ്ദതയിൽ ശ്രീകൃഷ്ണൻ ധ്യാനത്തിലിരുന്നു. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കാൽ നീട്ടിവെച്ച്. അപ്പോൾ അവിടെ എത്തി ജര എന്ന വേടൻ. ദൂരത്തു നിന്ന് കൃഷ്ണൻ്റെ കാൽവിരൽ മാനിൻ്റെ കണ്ണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. ഒരു നിമിഷം അമ്പു പറന്നു. അത് ശ്രീകൃഷ്ണൻ്റെ കാൽവിരലിൽ തട്ടി. വേദനയോടെ ജര ഓടി വന്നു. കണ്ണീരോടെ വീണു. ക്ഷമിക്കണം പ്രഭു, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് നിന്റെ കുറ്റമല്ല, ഇതെൻ്റെ ലീലയുടെ അവസാനമാണ്. പുരാണങ്ങൾ പറയുന്നു, ജരാവേടൻ മുൻ ജന്മത്തിൽ വാലിയായിരുന്നു. രാമാവതാരത്തിൽ രാമൻ വാലിയെ ഒളിഞ്ഞു പതിച്ചിരുന്നു. അതിനുള്ള കർമ്മഫലമായാണ് ഈ ലീല. അങ്ങനെ ശ്രീകൃഷ്ണൻ മനുഷ്യരൂപം ഉപേക്ഷിച്ചു. ഇത് മരണമല്ല, ഇത് വൈകുണ്ഠഗമനം. ദൈവം മരിക്കുന്നില്ല, ലീല മാത്രമാണ് അവസാനിക്കുന്നത്. ഇന്നുവരെ ഈ ചോദ്യം നിലനിൽക്കുന്നു. ശ്രീകൃഷ്ണനെ കൊന്നത് ജരാവേടനാണോ? അല്ല, കാലവും കർമ്മവും ദൈവലീലയും ചേർന്ന അവസാന അംഗം മാത്രമാണത്. ശ്രീകൃഷ്ണം ശരണം.